യെസ്, ഫൈനലി നമ്മൾ ഇവിടെ എത്തി. വൗ, ഞാൻ ചാടട്ടെ സ്വിമ്മിംഗ് പൂളില്? നിക്ക് ഗൗരി, നമ്മുടെ ബോട്ടൊക്കെ പുറത്തെടുക്കട്ടെ. ബോട്ട്, നമ്മുടെ ബോട്ട് ഇറക്കാൻ പോവാണ്. നമ്മൾ ഇതുപോലെ ഞാൻ തൊഴയണം, എന്നാലേ ബോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. തൊഴേ നമ്മുടെ ബോട്ട് നല്ല രസമുണ്ട് ബോട്ടിൽ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട്. എത്ര നാളായി ബോട്ടിൽ പോയിട്ട് അല്ലേ? അതെ, ബോട്ടിൽ പോയിട്ട് എത്ര നാളായി. നല്ല രസമുണ്ട് ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ. ഈ വെള്ളം കിടന്ന് ഇങ്ങനെ ഓളം ഇടുന്നത് കാണാൻ എന്ത് രസമല്ലേ? എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ. ശിവ, നമ്മുടെ ബോട്ടിൽ വെള്ളം കയറുന്നു. അയ്യോ, നമ്മുടെ ബോട്ടിൽ വെള്ളം കയറുന്നു. അയ്യോ, രക്ഷിക്കണേ. ബോട്ടിൽ തോന്നിയതായിരിക്കും. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്താൻ എന്ത് രസമാ. എനിക്ക് അപ്പുറത്തെ സൈഡിൽ പോണമെന്നുണ്ട്, പക്ഷെ അവിടെ കുറെ മനുഷ്യരുണ്ട്. അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നത്. ശ്വാസം മുട്ടുന്നു. കുറച്ച് കുട്ടികള് ആപത്തിലാണല്ലോ, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വേഗം പോയി റാണിയെ വിളിക്കാം. റാണി, റാണി, റാണി. ഓ, റോസി മെർമെയ്ഡിന്റെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്. എന്തോ ആപത്തുണ്ട്. റാണി, 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 ആപത്ത്, ആപത്ത്. എന്താ പറ്റിയത്? കുറെ കുട്ടികളെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ട് കളിക്കാൻ വന്നതാ. അവര് ബോട്ട് വഴി ദൂരെ പോയി. അവിടെ നല്ല ആഴമല്ലേ, അവരിപ്പോ ആകെ ആപത്തില്ല. അവര് നമ്മൾ ചെന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവര് മുങ്ങി മരിച്ചു പോവും. എന്തെങ്കിലും ഒന്ന് ചെയ്യ റാണി. അവര് കുറെ കുട്ടികളുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടെ രക്ഷിക്കാൻ പറ്റില്ല റാണി. ഇനി എന്താ ചെയ്യാ? എന്തോ ആപത്തുണ്ടല്ലോ. എന്താ ഒരു സൗണ്ട് കേൾക്കുന്നത്? ആ പിങ്കി റാണിയുടെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്. എപ്പോഴും ഞാൻ പറയും എന്നെ ഇട്ട് പേടിപ്പിക്കല്ലേ എന്ന്. എന്താന്ന് പോയി ചോദിച്ചിട്ട് വരാം. അല്ല, ടോർട്ടോയ്സിനെ കണ്ടില്ലല്ലോ. ടോർട്ടോയ്സ്, ആ വെയിലിന്റെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്. എന്നെ എന്തോ പറയാ. ഇനി റാണിയെടുത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണോ? ആ റാണി അവിടെ കിടന്ന് എന്തിനാ ബഹളം വെച്ചെന്ന് പോയി ചോദിച്ചിട്ട് വരാം. ചുമ്മാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാ. ആ ടോർട്ടോയ്സേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ റാണി അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു നീ എന്നെ കുറിച്ച് എന്തോ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തയാണെന്ന്. നിന്നെ കുറിച്ച് എന്തോ പറയാനാ? നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വാ, നമുക്ക് പോയി എന്താണെന്ന് അന്വേഷിക്കാം. അതാ ടോർട്ടോയ്സും വെയിലും ആണല്ലോ. എന്തോ സംഭവം ഉണ്ടല്ലോ, എന്താന്നറിയില്ലല്ലോ. ഏയ് ടോർട്ടോയ്സ്, വെയിൽ, എന്തു പറ്റി? എങ്ങോട്ട് പോകുന്നു? ഹായ് പിങ്കി പെൻഗ്വിൻ. ഞങ്ങളെ എന്തോ ഒരു അപകടം വന്നെന്ന് തോന്നുന്നു. അവിടെ ആ റാണി പിങ്ക് കിടന്ന് ബഹളം വെക്കുക. എന്താണെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പോവുക. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാനും വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ പിങ്കി മെർമെയ്ഡിന് ഇച്ചിരി ബഹളം വെക്കൽ കൂടുതലാ. ബാ, നമുക്ക് പോയി അന്വേഷിക്കാം. ഏയ്, ഞാനും വരുന്നു. എന്താണ് എല്ലാരും കൂടെ എങ്ങോട്ടോ യാത്രയിലാണല്ലോ. എന്ത് പറ്റി? ഇനി വല്ല അപകടവും ഒളിഞ്ഞിരിപ്പുണ്ടോ? അതാണ് എല്ലാരും കൂടെ ഇത്ര വേഗത്തിൽ എങ്ങോട്ടോ പോകുന്നത്. എന്തായിരിക്കും കാര്യം? പോയി ചോദിച്ചാലോ? സുന്ദരിയായി ഞാനിങ്ങനെ ആരോടൊന്നും പോയി ചോദിക്കാറില്ല. എന്നാലും കാര്യം അറിയണ്ടേ, ഒന്ന് ചോദിച്ചു കളയാം. ഏയ് പെൻഗ്വിൻ, നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ പോകുന്നത്? കുറെ നേരം ആയല്ലോ പരക്കം പാച്ചില്ലേ. ഇതാര്? പർപ്പിളോ? എടോ, എന്താണെന്ന് അറിഞ്ഞില്ല. നമ്മുടെ റാണി പിങ്ക് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചോദിക്കാൻ പോവുക. നീ വരുന്നെങ്കിൽ ബാ.
പുകല്ലേ പുകല്ലേ, ഞാനും ഉണ്ട്. ഒന്ന് വേഗം വാ, എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. നമുക്ക് അവരെ രക്ഷിക്കാം. ആ ടോർട്ടോയിസ്, നിങ്ങൾ എത്തിയോ? എന്താ, എന്തു പറ്റി? എന്താ ബഹളമെന്നൊക്കെ പറയുന്ന കേട്ടു. ഈ പിങ്കി കിടന്ന് ബഹളം വെച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്നെ കുറ്റം പറയാനാണോ എല്ലാരും കൂടി ഇപ്പൊ രാവിലെ ഓടി ഇങ്ങോട്ട് വന്നത്? അല്ല പിങ്കി, സാധാരണ നീ ചുമ്മാ ആവശ്യമില്ലാതെ ബഹളം വെക്കാറുണ്ടല്ലോ, അതാ ഞങ്ങള്. ഇതങ്ങനൊന്നും അല്ല, ഒരു വലിയൊരു അപകടം. കുറച്ച് കുട്ടികൾ ആപത്തില. നമ്മൾ വേണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടെ ചേർന്നാ നമുക്ക് അവരെ രക്ഷിക്കാം. നിങ്ങൾ വാ, നമുക്ക് വേഗം പോവാം. വാ, സമയമില്ല. എല്ലാരും വേഗം വാ, വേഗം വാ. ആ ഞങ്ങളിതാ വരുവാ. റാണി, അപ്പുറത്ത് പോണം, എന്നാലും നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അപ്പുറത്ത് കിടക്കാൻ അനുവാദമില്ല പിങ്കി. അവിടെ ദുഷ്ടരായ മനുഷ്യരുണ്ട്. അവർ നമ്മളെ കണ്ട നമ്മളെ പിടിച്ചിട്ട് പോവും. എനിക്ക് ആ പേടിയില്ലാണ്ടില്ല. പക്ഷേ ഇപ്പൊ കുറച്ച് കുട്ടികൾ ആപത്തില്ല. നമുക്ക് അവരെ രക്ഷിച്ചല്ലേ മതിയാവും. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചിട്ട് നമുക്ക് വേഗം തിരികെ വരാം. ആ ബാ, എന്തായാലും നമ്മൾ ഇറങ്ങി, നമുക്ക് അവരെ രക്ഷിക്കാം. ഹേയ് എല്ലാവരും വാ, നമുക്ക് അവരെ രക്ഷിക്കാം. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഇവിടെ നല്ല രസമുണ്ട്. മനുഷ്യരുടെ സ്ഥലം നല്ല ഭംഗിയാ കാണാൻ. പക്ഷേ ഇവിടെ ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റില്ല. മനുഷ്യർ വന്ന് ഞങ്ങളെ ദുഷ്ടന്മാരാ പിടിച്ചുകൊണ്ട് പോകും. എന്നാലും കുറച്ചു നേരം ഇവിടെ കിടന്ന് നീന്താമായിരുന്നു. എന്ത് രസം ഇവിടെ നീന്താൻ. നല്ല രസമുണ്ട്. എന്ത് ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ. ആ പിങ്കി ഇങ്ങോട്ട് വന്നില്ലല്ലോ. പിങ്കി പിങ്കി, അവിടെ നിൽക്കുന്നത് ആപത്താ. നീ ഇങ്ങ് പോരെ. ഇവിടെ നല്ല രസമുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നീന്തി കളിച്ചിട്ട് വന്നാ പോരെ? വേണ്ട, നിനക്കറിയാലോ, മനുഷ്യർ നമ്മളെ കണ്ട അവർ പിടിച്ചിട്ട് പോവും. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വരാൻ പോലും പറ്റില്ല. നീ ഇങ്ങ് തിരികെ വാ, നമുക്കിനി അങ്ങോട്ട് പോവേ വേണ്ട. നല്ല രസമുണ്ടെന്നേ. എനിക്കിവിടുന്ന് പോവാനേ തോന്നുന്നില്ല. ഈ പിങ്കി എന്തായി കാണിക്കുന്നത്? അവിടെ നിൽക്കുന്നത് ആപത്താ. എന്നിട്ടും എന്തിനാ ഈ പിങ്കി അവിടെ തന്നെ നിൽക്കുന്നത്? റാണി, വേഗം വരാൻ പറ. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. ഈ കുട്ടികൾക്കൊക്കെ ബോധം വന്നോ? ഒരുപാട് മുങ്ങുന്ന സ്ഥലമല്ല. നമുക്കിത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുങ്ങി പോകുന്നില്ല. ആ ശരിയാ, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആരാ? ഹായ് ഹായ് ബേബീസ്. ഇവരൊക്കെ സംസാരിക്കുന്നു. ഇവരൊക്കെ നമ്മളടുത്ത് സംസാരിക്കുന്നു. എനിക്ക് എന്താ ഇത് അത്ഭുതമായിട്ടാ തോന്നുന്നത്. ഈ വീഡിയോയുടെ ബാക്കി കാണണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വീഡിയോ ലൈക്ക് കിട്ടി എന്നനുസരിച്ചിട്ടായിരിക്കും ഈ വീഡിയോയുടെ ബാലൻസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റാ, ലവ് യു ഡിയേഴ്സ്.